ഹായ്, എയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3/8/2025 സർവീസ് സഹകരണ ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ്. CSEB ഫൈനൽ ആൻസർ കീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫൈനൽ ആൻസർ കീ പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിൽ 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായി കാണുന്നു. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ആൻസർ ഉണ്ടായിരുന്നെങ്കിലും ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 2 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു 3/8/2025 നടന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് എന്നാണ്. ഇവിടെ ആൻസറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കണ്ണിങ് എന്നാണ്, CUNNING. ഇത് മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ണിങ് എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. സർവീസ് സഹകരണ ബാങ്കിൻ്റെ എക്സാമിന് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമിസ് എന്ന വാക്കാണ് ഡിലീറ്റ് ചെയ്തത്. ഒരു ചോദ്യം ഇതാണ്. മൂന്നാമത്തത് ഹാഡ് ബെറ്റർ എന്ന സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഹാഡ് ബെറ്റർ എന്നതിൻ്റെ നെഗറ്റീവ് എപ്പോഴും ഹാഡ് ബെറ്റർ നോട്ട് എന്നല്ല നമ്മൾ എഴുതാറുള്ളത്, ഹാഡ് നോട്ട് ബെറ്റർ എന്നാണ്. ഹാഡ് നോട്ട് ബെറ്റർ എന്നാണ് എഴുതാറുള്ളത്. അപ്പോൾ തെറ്റായ ഒരു ചോദ്യമായതുകൊണ്ട് അല്ലെങ്കിൽ ആൻസർ തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് സർവീസ് സഹകരണ ബാങ്ക് പരീക്ഷയ്ക്ക് ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനുമാണ് ഈ കോഡ് പ്രകാരം എന്ത് ചെയ്തിട്ടുള്ളത്? ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. നാലാമത്തത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. യു ആർ കമ്മിങ് വിത്ത് അസ് എന്നാണ്. യു ആർ കമ്മിങ് വിത്ത് അസ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമുക്ക് തരുന്ന വാചകം പോസിറ്റീവിലാണെങ്കിൽ ടാഗ് വിൽ ബി നെഗറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവിലാണെങ്കിൽ ടാഗ് വിൽ ബി നെഗറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവിലാണെങ്കിൽ ടാഗ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് വാചകമാണ്. അപ്പോൾ യു ആർ കമ്മിങ് വിത്ത് അസ്. ആ തന്നതിൽ ഓക്സിലറി വെർബുണ്ട്, ആർ എന്നതാണ്. അപ്പോൾ ആർ പ്ലസ് നോട്ട്, ആർ നോട്ട് എന്നാണ്. ആൻസർ R/U എന്നാണ്. R/U എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഒറ്റപ്പദമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരുപാട് തവണ കേരള PSC ചോദിച്ചതാണ്. കേരള PSCക്ക് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് CSEB ഈ എക്സാമിനും ചോദിച്ചിട്ടുള്ളത്. വൺ ഹൂ റൈറ്റ്സ് ഡിക്ഷണറീസ് അല്ലെങ്കിൽ എ പേഴ്സൺ ഹൂ റൈറ്റ്സ് ഡിക്ഷണറീസ് അല്ലെങ്കിൽ വൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറി ഈസ് കോൾഡ് ലെക്സിക്കോഗ്രാഫർ എന്നാണ്. ലെക്സിക്കോഗ്രാഫർ നിഘണ്ടു തയ്യാറാക്കുന്ന ആൾക്ക് പറയുന്ന പേര്. അടുത്തായിട്ട് ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് അല്ലെങ്കിൽ സ്പെൽഡ് വേർഡ് എന്നാണ്. സ്പെൽ എന്ന വാക്കിൻ്റെ പാസ്റ്റായിട്ട് സ്പെൽട്ട് എന്നും ഉപയോഗിക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട് സ്പെൽട്ട്, SPELT പാസ്റ്റ് പാർട്ടിസിപ്പിളും SPELT. ഇനി സ്പെൽ എന്ന വാക്കിനെ മറ്റു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്റിലേക്കും പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്കും മാറ്റാൻ പറ്റും. സ്പെൽ, സ്പെൽഡ്, സ്പെൽഡ്. അപ്പോൾ 2 പാസ്റ്റ് ഫോമും 2 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ് സ്പെൽ എന്നത്. അതുകൊണ്ട് ഇവിടെ സ്പെൽഡ് എന്ന് വന്നാലും സ്പെൽട്ട് എന്ന് വന്നാലും സംഭവം തന്നെ. ഇനി ഷോഫർ എന്ന വാക്കാണ്. ഷോഫർ, ഷോഫർ. ആ ഷോഫർ എന്നതുമായി ബന്ധപ്പെട്ട് CHAUFFEUR, CHAUFFEUR. എ എന്നതാണ് ആൻസർ. ഏഴാമത്തത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സർവീസ് സഹകരണ ബാങ്ക് പരീക്ഷയ്ക്ക് വേണ്ടി സഹകരണ ബോർഡ് എക്സാം പരിഷ്കരിച്ചപ്പോൾ, ചോദ്യ പാറ്റേൺ പരിഷ്കരിച്ചപ്പോൾ ആ പരിഷ്കരണത്തിലൂടെ അവർ പറഞ്ഞ അതേ സിലബസാണ് ഇവിടെ ഫോളോ ചെയ്തത്. ഈ എക്സാമിന് ഫോളോ ചെയ്തിട്ടുണ്ട്. ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസുമാണ് മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ളത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വന്നാൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ 3/8/2025 എക്സാമിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ദ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ ആരംഭിച്ചപ്പോൾ, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഗാർഡനിൽ കളിക്കുകയായിരുന്നു. ഭൂതകാലത്തിലൊരു പ്രവൃത്തി തുടരുകയായിരുന്ന സമയത്ത് മറ്റൊരു പ്രവൃത്തി പൂർത്തിയായി എന്നാണ് പറയുന്നത്.
അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇത്. അത് ടെൻസിൻ്റെ പാറ്റേൺ ആണ്. അടുത്തത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആർട്ടിക്കിൾ. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഷീ ഈസ് റീഡിങ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക്. സ്വരാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച് ഉച്ചാരണം സ്വരാക്ഷരം വരുന്ന പദങ്ങളുടെ മുമ്പിൽ എപ്പോഴും ആൻ ഉപയോഗിക്കുന്നു. സോ ഇവിടെ ആൻസർ ആൻ എന്നാണ്. ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്നാണ്. 9ാമത്തെ ചോദ്യം ഉദ്യോഗാർത്ഥികൾക്ക് മിക്കവാറും തെറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആബ്സെൻറ്റ് എന്നതിന് ശേഷം ഉപയോഗിക്കുന്ന പ്രെപ്പസിഷൻ ഫ്രം ആണെന്ന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവും. ആ ചോദ്യം എങ്ങനെയായിരിക്കും? ഹീ ഈസ് ആബ്സെൻറ്റ് ഡാഷ് ദ ക്ലാസ് എന്നായിരിക്കും. ഹീ ഈസ് ആബ്സെൻറ്റ് ഡാഷ് ദ ക്ലാസ്. അപ്പോൾ ആൻസർ ഫ്രം ദ ക്ലാസ് എന്നാണ്. ആബ്സെൻറ്റ് പ്ലസ് ഫ്രം, ആബ്സെൻറ്റ് ഫ്രം. പക്ഷേ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുതൽ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ സിൻസ് ലാസ്റ്റ് മൺഡേ എന്നതിനാണ് പ്രാധാന്യം. ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് സിൻസ് ലാസ്റ്റ് മൺഡേ. 10ാമത്തത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ എന്നാണ്. ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ. ഈ വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വന്ന ഈ വാചകത്തെ നമുക്ക് തരംതിരിക്കുമ്പോൾ ദ ഷെഫ് എന്നത് സബ്ജക്റ്റ്, കുക്ക്ഡ് എന്നത് വേർബ്, എ ഡെലീഷ്യസ് മീൽ എന്നത് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ആ വാചകം സിമ്പിൾ പാസ്റ്റിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി മാറ്റും. അന്നേരം നമ്മൾ ഏത് വെച്ച് തുടങ്ങും? എ ഡെലീഷ്യസ് മീൽ. അത് ഏകവചനാണ്. അപ്പോൾ സഹായക ക്രിയ ഏതെടുക്കണം? വാസ്. അതിനുശേഷം ക്രിയയുടെ പാസ്റ്റ് പഠിച്ചപ്പോൾ എ ഡെലീഷ്യസ് മീൽ വാസ് കുക്ക്ഡ് ബൈ ദ ഷെൽഫ്. ഇത്രയാണ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 10 ചോദ്യങ്ങൾ തന്നിട്ട് 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും പരീക്ഷകളിലും നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. താങ്ക് യു.